Hello viewers, Namaste, welcome to another new video of WinTrader. ഇന്നത്തെ വീഡിയോ ഓപ്ഷൻ ട്രേഡിംഗ് തന്നെയാണ്. അപ്പം ഞാനിത് എടുത്തു വെച്ചിരിക്കുന്ന ബാങ്ക് നിഫ്റ്റിയാണ്, അതിൻ്റെ ഓപ്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാനിപ്പോൾ കാണിക്കുന്ന നമ്മളെല്ലാം എടുക്കുന്ന വീഡിയോസ് എല്ലാം ലൈവ് മാർക്കറ്റിൽ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനുള്ള ഓപ്ഷൻ നമ്മൾ ഒരുക്കുന്നുണ്ട്. നമ്മൾ ലൈവായിട്ട് ഒന്നെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് വിസിറ്റ് നമ്മുടെ GST രജിസ്റ്റേർഡ് കമ്പനിയാണ് ഓഫീസ് വരുന്നത്. ആലപ്പുഴ ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്താണ് നമുക്ക് ഓഫീസ് വരുന്നത്. വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റാത്ത ആൾക്കാർ ഒരുപാട് ഉണ്ടാവും, ദൂരമുള്ള ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് നമ്മുടെ ഓഫീസ് എന്താണ് ഡയറക്റ്റായിട്ട് ഓഫീസിൽ വരാൻ പറ്റാത്ത ആൾക്കാർക്ക് ഓൺലൈൻ തന്നെ കാണാനുള്ള ഓപ്ഷൻസ് നമ്മൾ ഒരുക്കുന്നുണ്ട്. ഓൺലൈൻ നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ്. ഇൻസ്റ്റലേഷൻ നമ്മൾ ഓൺലൈൻ തന്നെ തരും. ഒരു 10 മിനിറ്റ് ഇത് എടുക്കത്തുള്ളൂ. ഡയറക്റ്റായിട്ട് ഇവിടെ വരാൻ പറ്റുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് പറഞ്ഞു തരാം, ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബാക്കി സെറ്റിംഗ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ട്യൂട്ടോറിയൽ വീഡിയോ ഉൾപ്പെടെ നമ്മൾ തരുന്നത്. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് വിളിച്ചാൽ മതി. 9061973737 ആണ് ഈ നമ്പറിൽ ഒഫീഷ്യൽ എൻ്റെ വാട്സപ്പോട്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാം, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. പിന്നെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ഡയറക്റ്റ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ചാറ്റിലോട്ട് വരാം. അപ്പോൾ നമ്മുടെ പറഞ്ഞ പോലെ ഓഫീസ് ഡയറക്റ്റ് കേരളത്തിൽ തന്നെയാണ്. ഇത് നമ്മൾ 2009 ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണ്. അതായത് 2009 ഇതല്ലായിരുന്നു, നമ്മൾ സ്ട്രാറ്റജീസ് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ പുതിയ വേർഷനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഈ അപ്ഡേഷനിലും പുതിയ വേർഷൻസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്, അപ്ഡേഷൻ ആയിക്കോളും. അപ്പോൾ ഇത് നമ്മുടെ സ്ട്രാറ്റജി ഉപയോഗിച്ച് എങ്ങനെയാണെന്നുള്ളത് ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് കാണിച്ചിട്ട്. ഇപ്പോൾ ഇത് ബാങ്ക് നിഫ്റ്റിയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഓട്ടോമാറ്റിക്കാണ്. ഇതിനകത്ത് നമ്മൾ ഫീഡ് ചെയ്യുന്നത് റിയൽ ടൈം ഡാറ്റയാണ്. അപ്പോൾ നമ്മുടെ ഈ ചെയ്തിട്ടിരിക്കുന്ന പ്രോഗ്രാം ഈ റിയൽ ടൈമിൽ വർക്ക് ചെയ്ത ശേഷം നമുക്ക് ഈ സിഗ്നൽസ് കാണിച്ചിരുന്നത്. അപ്പോൾ അതിനകത്ത് പ്രഡിക്ഷൻ ഒന്നുമല്ല, നമ്മളിവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അത് തന്നെ പ്രോഗ്രാം ചെയ്ത് ഇൻഡിക്കേറ്റേഴ്സ് റിയൽ ടൈം ഡാറ്റയിൽ വർക്ക് ചെയ്ത ശേഷം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡിക്കേഷനൊക്കെ തരും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോഫ്റ്റ് സിഗ്നൽസ് തരുമ്പോൾ നമ്മളത് കൺഫർമേഷൻ പാർട്ട് നമ്മളാണ് ചെക്ക് ചെയ്യേണ്ടത്. അത് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണുന്നത് 41,268 എന്ന പ്രൈസാണ്, മാർക്കറ്റ് റേറ്റ് ആണ്, റിയൽ ടൈം ഡാറ്റയാണ്, റിയൽ ടൈം പ്രൈസാണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് വെർട്ടിക്കൽ ലൈൻ വരുന്നത് ഡേ സെപ്പറേഷൻ ലൈനാണ്. ഗ്രീൻ അപ്പാരോ ബൈ സിഗ്നലാണ്, റെഡ് ഡൗൺ ആരോ സെൽ സിഗ്നലാണ്. ഗ്രീൻ അപ്പാരോ ബൈ, റെഡ് ഡൗൺ ആരോ സെൽ. സിഗ്നൽ എല്ലാം ഓട്ടോമാറ്റിക്കാണ്. സിഗ്നൽ വരുമ്പോൾ ഇതുപോലെ അലർട്ടും വരും, ഒരു സൗണ്ട് നിങ്ങളിപ്പോൾ കേട്ട് ഒരു സൗണ്ടോടുകൂടി അത് കേൾക്കാൻ കൂടി പറ്റും. സെയിം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ അലർട്ട് മെസ്സേജ് വരും, അലർട്ട് മെസ്സേജ് എഴുതി വരും. അല്ലെങ്കിൽ ഏറ്റവും മേളത്തെ ഡാഷ്ബോർഡിൽ ആ ലാസ്റ്റ് സിഗ്നലിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. സിഗ്നൽ വരുമ്പോൾ സോഫ്റ്റ് ഇൻഡിക്കേഷൻ തന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉടനെ കയറി നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ട്രേഡ് എടുക്കല്. നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. പക്ഷേ നമ്മൾ ടെക്നിക്കൽ സോഫ്റ്റ് യൂസ് ചെയ്യുന്ന ആ ട്രേഡിങ്ങിലെ ലോസ് ഉണ്ടാകുന്നതിന് ആ ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൺഫർമേഷൻ പാർട്ട് കൂടെ ഉണ്ട്. അതായത് ഇപ്പോൾ ലാസ്റ്റ് സിഗ്നൽ ബേസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ അപ്പാരോ, അത് ബൈ സിഗ്നലോട് വന്നു. ആ വന്നത് ഏറ്റവും മേളിൽ നോക്കിയാൽ 40,972 നമുക്ക് ബൈ വന്ന ശേഷം അത് 12,49 വന്ന് ഇപ്പം മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് 353 പോയിന്റ് കയറിയിരിക്കുകയാണ്. നമുക്ക് 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇത് ബാങ്ക് നിഫ്റ്റിയിൽ. ഇപ്പം നമ്മൾ ഓപ്ഷൻ ബയേഴ്സ് ആണല്ലോ. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബൈ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ 40,972 നമുക്ക് ബൈ വന്ന ഇത് ഇൻ ദ മണിയിൽ എടുക്കാം, അറ്റ് ദ മണിയിൽ എടുക്കാം, ഔട്ട് ഓഫ് ദ മണിയിൽ എടുക്കാം. അത് ക്ലയൻസിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ എല്ലാ വീഡിയോസും നമ്മൾ ഇൻ ദ മണിയാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ കാൽക്കുലേഷൻ അനുസരിച്ച് നമുക്ക് ഫാസ്റ്റ് പ്രോഫിറ്റിൽ വരുന്നത് ഇൻ ദ മണിയിലാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഔട്ട് ഓഫ് ദ മണിയിൽ അറ്റ് ദ മണിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നോക്കിയേ, ഇപ്പം നിങ്ങളിവിടെ ഇരുന്ന് കാര്യം നോക്കണം. ഇവിടെ ഒരു റീ എൻട്രി വന്നിട്ട് അത് അച്ചീവ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കാര്യം ഞാനത് കഴിഞ്ഞ് പറയാം. കാരണം റീ എൻട്രി എന്ന് വെച്ചാൽ സെക്കൻഡറി എൻട്രിയാണ്. അതായത് ഡയറക്റ്റ് എൻട്രി കഴിഞ്ഞിട്ട് മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സോഫ്റ്റ് തരുന്ന എൻട്രിയാണ് റീ എൻട്രി. അതായത് മാർക്കറ്റ് കയറിയ മാർക്കറ്റിൽ നിന്ന് സോഫ്റ്റ് എൻട്രി പറഞ്ഞായിരുന്നു 41,269. അതിന് എക്സിറ്റ് ലെവൽ 360 പറഞ്ഞാൽ അത് അച്ചീവ് ആയി. പെട്ടെന്ന് അത് മാർക്കറ്റ് നല്ല മൂവ്മെൻ്റ് ഉണ്ട്. അപ്പം ഞാൻ റീ എൻട്രി വന്നതുകൊണ്ട് ഞാൻ ഇടക്കേറി പറഞ്ഞുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം നമുക്ക് വന്ന് ആക്ച്വൽ എൻട്രി വന്നത് 12,49, 40,972. ഇപ്പം ഇന്ദമണിയിൽ പോകണമെന്നെങ്കിൽ നമ്മളൊരു 100-200 പോയിന്റ് താഴെ അങ്ങോട്ട് എടുക്കുക. 40,972 ആണെങ്കിൽ നമുക്ക് 40,800 അല്ലെങ്കിൽ 700 എടുക്കാം. 40,900 അറ്റ് ദ മണിയിൽ എടുക്കാം. ഔട്ട് ഓഫ് ദ മണിയിലാണെങ്കിൽ അതിന് മേളിൽ 41,000, 41,100 എന്ന രീതിയിൽ നമുക്ക് അങ്ങനെ എടുക്കാം. ഇനിയിപ്പോൾ ഇവിടെ സിഗ്നൽ വന്നു. അപ്പം നമ്മൾ ഓപ്ഷൻ ബയറിന് ഇവിടെ ബൈ വന്നു കഴിഞ്ഞാൽ ഇതിന് 2 കൺഫർമേഷൻ പാരാമീറ്റർ കൂടെ നോക്കണം. അതായത് ഇവിടെ ബൈ വന്ന് കൺഫേം ആണെങ്കിൽ മാത്രം നമ്മൾ എടുക്കുന്ന ഏത് ഓപ്ഷൻ നിങ്ങൾ എടുത്താലും അത് കയറണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കറക്റ്റായിട്ടൊരു കൺഫർമേഷൻ വന്ന് ഇവിടെ കൺഫേം ആണെങ്കിൽ മാത്രം നമ്മൾ ഏതെടുത്തിട്ടാലും ഓപ്ഷൻ എടുത്താലും അത് കയറത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കൺഫർമേഷൻ എന്ന് വെച്ചാൽ ഇവിടെ ആരോ വരണം. ബൈ വന്ന ശേഷം താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണം.
പ്രൈസ് ഇവിടെ ബൈ സോൺ ആയിരിക്കണം. അതായത് ആരോ വന്ന ശേഷം ബൈ ആണെന്നുണ്ടെങ്കിൽ താഴത്തെ ബാർ നിങ്ങൾ നോക്കിയാൽ അത് ഗ്രീൻ ആയിരിക്കണം, പ്രൈസ് ബൈ സോൺ ആയിരിക്കണം. ഈ രണ്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ രണ്ടും ഓക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്ട്രൈക്ക് കയറത്തുള്ളൂ. ഇപ്പം നമുക്കിവിടെ ബൈ വന്ന് ഈ ബൈ വന്നപ്പോൾ ഇത് കൺഫേം ആയിരുന്നു. അപ്പം നമ്മൾ ഈ ബൈ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കണം 40,979 പോകുന്നത്. അപ്പം നമുക്ക് ഏതാ വേണ്ടി ഇന്ത മണി ഔട്ട് ഓഫ് ദ മണി ഏത് വേണമെങ്കിലും നേരെ സ്ട്രൈക്ക് ചാർട്ട് ഓപ്പൺ ചെയ്യാം. ഈ ഓപ്പൺ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണിച്ചു തരും കേട്ടോ. നമ്മൾ സെറ്റിങ്ങിൻ്റെ ഫുൾ നമ്മൾ പറഞ്ഞു തരും, ട്യൂട്ടോറിയൽ വീഡിയോസും ഉണ്ട്. അപ്പം ഞാൻ എടുത്ത് വെച്ച് 40,800 ആ 40,800 ഇതാണ് പ്രീമിയം ചാർട്ടാണ്. ഇതാണ് സ്ട്രൈക്ക്. ആ 40,800 ചാർട്ട് 40,800 നമുക്ക് ബൈ വന്ന് നോക്കിയേ 554.75 നമുക്ക് ആ ബൈ കാണിച്ച്. ആ ബൈ വന്ന ശേഷം ഇവിടെയും കൺഫേം ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ട്രേഡ് എടുക്കാവൂ. നമ്മൾ എടുക്കുന്ന ഏത് പ്രീമിയം ചാർട്ടാണ് ആ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ ഇതിനൊരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ എടുക്കാം. ഇല്ലാതെ എടുക്കുന്നത് എങ്ങനെയാണെന്നും നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അത് നമ്മൾ ഡെമോൺസ്ട്രേഷനിൽ ഫുൾ പറഞ്ഞുതരും. ഇവിടെ ബൈ വന്ന ശേഷം എന്താ നോക്കേണ്ടത്, താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണം, പ്രൈസ് ബൈ സോൺ ഓക്കെ ആണല്ലോ. അതായത് ബൈ വരണം, ഇവിടെ താഴത്തെ ബാർ കൺഫർമേഷൻ പ്രൈസ് സോൺ ഓക്കെയാണ്. നമുക്ക് ബൈ എടുത്താൽ 554.75 എന്ന റേറ്റിൽ നിന്ന് നമ്മൾ ബൈ എടുത്തിട്ട് ഉണ്ടായിരുന്നെങ്കിൽ നോക്കി 610.20 ഫസ്റ്റ് ടാർഗറ്റ് 654, 698, അതായത് 698 700 മൂന്നാമത്തെ ടാർഗറ്റും വന്ന ശേഷം 3 ടാർഗറ്റ് അടിച്ച ശേഷം മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന ആ പ്രീമിയം 554 നമുക്ക് സോഫ്റ്റ്വെയർ എൻട്രി ചെയ്യാൻ പറഞ്ഞാണ്. 554 ആ പ്രീമിയം നിൽക്കുന്ന നോക്കി 804 വരെ. അപ്പം നമ്മളെന്ന് വെച്ചാൽ സേഫ്. നമ്മളെപ്പോഴും ഓപ്ഷൻ ട്രേഡിങ്ങിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടും, അതുപോലെ ലോസിലോട്ട് പോകും. ഇപ്പോൾ 554 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ 554 എൻട്രി ചെയ്തെന്ന് ഓർക്കുക. നമ്മുടെ ടാർഗറ്റ് 610. ആ 610 എങ്ങനെ കട്ട് ചെയ്തേക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ എല്ലാവരും ലോട്ട് സൈസ് കൂട്ടിയിട്ട് ചെയ്യുന്ന അപ്പം നമുക്ക് ആ ഫസ്റ്റ് ടാർഗറ്റ് തന്നെ ഇനഫ് പ്രോഫിറ്റിലെത്താം. നിങ്ങൾ ലോസിലാണെന്നുണ്ടെങ്കിൽ ലോസിലുള്ള ആൾക്കാർ, എസ്പെഷ്യലി ലോസിൽ വരുന്ന ആൾക്കാർ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക നിങ്ങൾ എങ്ങനെ ട്രേഡ് എടുക്കുന്നതെന്ന്. നിങ്ങളുടെ ലോസിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ എന്താണ് ആ ലോസ് വരാനുള്ള കാരണമെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഓപ്ഷൻ ട്രേഡേഴ്സിൽ മിക്ക ആൾക്കാർക്ക് ലോസ് വരുന്നത് നിങ്ങൾ കൂടുതൽ നേരം നെറ്റ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ വന്ന മൂവ്മെന്റ് എന്ന് വെച്ചാൽ എല്ലാപ്പോഴും ഇതുപോലെ ആയിരിക്കില്ല. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാൻ എന്തായാലും ആ ഒരു 610 എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈഡ് ചെയ്ത് കയറുന്നതാണ്. ആ ഒരു ഏജിൽ അതിനെ കട്ട് ചെയ്തിരിക്കണം. അപ്പം നമ്മളെന്താ 610 നിൽക്കുമ്പോഴത്തേക്കും മാർക്കറ്റ് കയറി പോവുക. അപ്പോൾ PR കാണുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യും. അവിടെ നിന്നായിരിക്കും ചിലപ്പോൾ മാർക്കറ്റ് റിവേഴ്സ് പോകണം. അപ്പം നമ്മളെപ്പോഴും എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും 610 എൻ്റെ എക്സിറ്റ് ലെവൽ. അവിടെ നിന്ന് അതിൻ്റെ എക്സിറ്റ് അത് ആ ലെവലിൽ തന്നെ കട്ട് ചെയ്തിരിക്കണം. പിന്നെ നമ്മൾ നോക്കണ്ട, നമുക്ക് ആ ഒരു കാരണം നമ്മൾ ലോട്ട് സൈസ് കൂട്ടിയിട്ട് ആ ഒരു ലെവലിൽ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നമ്മൾ എന്തായാലും നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ചാർജ് വാങ്ങിക്കാൻ നിങ്ങൾക്ക് ഒരു 1 to 2 ഡേയ്സിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് റിട്ടേൺ കിട്ടിയിരിക്കും മാർക്കറ്റിൽ നിന്ന് തന്നെ. അല്ലെങ്കിൽ നമുക്ക് അത്രയും കോൺഫിഡൻറ്റ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓഫീസിൽ വരാൻ പറയുന്നത്. നമുക്ക് ഇതൊരു പ്രഡിക്ഷൻ ഒന്നുമല്ല, ഇത് റിയൽ ടൈം വർക്ക് ചെയ്ത ശേഷം നമുക്ക് സിഗ്നൽസ് കാണിച്ചു തരുന്ന. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനൊരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് 80 to 90 നമുക്ക് ആക്യുറസി ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എടുത്തത് 40,800 ആയിരുന്നു. താഴെ ബാറുണ്ട്, പ്രൈസ് ബൈസോൺ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് ഒരു സൈഡ് വേഴ്സിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ എടുത്തില്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് കണ്ട ഇവിടെ റെസിസ്റ്റൻറ്റിനെ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇറങ്ങി അങ്ങനെയും ചെയ്യാം. റെസിസ്റ്റൻറ്റിനെ ബ്രേക്ക് ചെയ്ത സമയത്തും ആ ഒരു ലെവലായിരുന്നു മാർക്കറ്റിൽ വന്നത്. കാരണം അതിനേക്കാൾ താഴത്തെ ലെവലിലാണ് നമുക്ക് കിട്ടിയത്. കാരണം 554 വന്ന ശേഷം 554 നമുക്ക് 12:49 ട്രേഡ് വന്നതിന് ശേഷം ഇതിപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് ഇപ്പോൾ ഇന്ന ദിവസം വന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അവർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് വേണമെങ്കിൽ എൻ്റർ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ സൈഡ് ഇൻഡിക്കേഷൻ ആകുമ്പോൾ റിവേഴ്സിൻ്റെ ചാൻസ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത ശേഷം നോക്കിയാൽ നമുക്ക് റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്ത് അവിടെ നിന്ന് എന്തായാലും നമുക്ക് എടുക്കാം. കാരണം അവിടെ നിന്ന് ലെവൽ ബ്രേക്ക് ചെയ്യുന്ന വെച്ചാൽ അവിടെ നിന്ന് കയറി തന്നെ ചെയ്യും. ബാങ്ക് നിഫ്റ്റി ആ സമയത്ത് ഒരു സൈഡ് ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. അത് അവിടെ ബ്രേക്ക് കയറിയപ്പോഴത്തേക്ക് ഇവിടെ അത് കയറാൻ തുടങ്ങി. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ സേഫ് സൈഡ് നോക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കൺഫേം സോഫ്റ്റ് വരുന്ന ലെവലിൽ നിന്ന് എങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അത് ഗ്യാരണ്ടിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത് വിചാരിക്കുന്നു. സ്ട്രൈക്ക് എടുക്കുന്നതും പിന്നെ നമ്മുടെ പ്രീമിയം ചാർട്ട് ഫോളോ ചെയ്യുന്നതും എങ്ങനെയാണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കും. ആരോ മസ്റ്റായിട്ടും വരണം, ബാർ കൺഫർമേഷൻ ഉണ്ടായിരിക്കണം, പ്രൈസ് ബൈസോൺ ഉണ്ടായിരിക്കണം. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 3 ടാർഗറ്റ് വരും. നിങ്ങൾ സേഫ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഫസ്റ്റ് ടാർഗറ്റ് പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ റിസ്ക് എടുക്കാൻ ഉള്ള ആൾക്കാർ 3 ടാർഗറ്റും ഒക്കെ അടിച്ച് റീഎൻട്രി ഒക്കെ അടിച്ച് പോകും. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ റീഎൻട്രി ഒന്നും ഓപ്ഷനിൽ റീഎൻട്രി നോക്കാതിരിക്കും നല്ലത്. കാരണം ഡയറക്റ്റ് എൻട്രി തന്നെ നമ്മൾ പ്രോഫിറ്റിൽ വരും. പിന്നെ എന്തിനും റീഎൻട്രി നോക്കണം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ലെവലിൽ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടാർഗറ്റ് നമുക്ക് മനസ്സിലുണ്ടാകണം. നമ്മുടെ ടാർഗറ്റ് അതിലങ്ങോട്ട് എക്സിറ്റ് ചെയ്തേക്കുക.
അപ്പം ഇന്നത്തെ വീഡിയോ ഞാനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ എൻ്റെ നമ്പർ വിളിച്ചാൽ മതി. ലൊക്കേഷൻ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഓൺലൈൻ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ വിളിക്കുക. എൻ്റെ പേര് ഗംഗ എന്നാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.